ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ കീഴിൽ ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം വീണ്ടും ഒരിക്കൽ കൂടെ ലഭിച്ചതായ ഈ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുകയാണ്. സമാഗമന കൂടാരം എന്ന വിഷയം നാം തുടർച്ചയായി ഈ ചൊവ്വാഴ്ച ബൈബിൾ ക്ലാസ്സിൽ ചിന്തിച്ച് പോരുകയാണ്. അതിൻ്റെ 9ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നാം കൂടി വന്നിരിക്കുന്നത്. ഇന്ന് സമാഗമന കൂടാരത്തിൻ്റെ വാതിലിലൂടെ നാം അതിൻ്റെ ആലയത്തിൻ്റെ അകത്തേക്ക് കടക്കാൻ ആരംഭിക്കുകയാണ്. സമാഗമന കൂടാരത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ സമാഗമന കൂടാരത്തിൽ ഇരിക്കുന്ന ആരാധനാ ഉപകരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. പ്രാകാരത്തിൽ ഇരിക്കുന്ന ആരാധനാ ഉപകരണങ്ങളുണ്ട്, വിശുദ്ധ സ്ഥലത്തിരിക്കുന്നതായ ഉപകരണങ്ങളുണ്ട്, അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്നതായ ഉപകരണങ്ങളുണ്ട്. സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങളെ ഓരോന്നോരോന്നായി ഒന്ന് പഠിക്കാൻ, ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സമാഗമന കൂടാരത്തിലേക്ക് പ്രാകാരവാതിലിലൂടെ പ്രവേശിക്കുന്ന ഒരു വ്യക്തി ആദ്യം സമീപിക്കുന്നത് യാഗപീഠത്തിൻ്റെ അരികിലേക്കാണ്. പ്രാകാരത്തിൽ 2 ഉപകരണങ്ങളാണുള്ളത്: യാഗപീഠവും താമ്രത്തൊട്ടിയും. പിച്ചളത്തൊട്ടി എന്ന് പറയും. ശലോമോൻ ദൈവാലയം പണിയുമ്പോൾ താമ്രക്കടലാണ്. ഇത് സമാഗമന കൂടാരത്തിൻ്റെ ദൂരെ നിന്നുള്ള ഒരു കാഴ്ചയാണ്. സമാഗമന കൂടാരത്തിൻ്റെ ദൂരെ നിന്നുള്ളതായ ഒരു കാഴ്ച. പ്രാകാരവാതിലിലൂടെ പ്രാകാരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന ഉപകരണമാണ് യാഗപീഠം. അവിടെയാണ് കാളകളെയും ആടുകളെയും എല്ലാം യാഗം കഴിക്കുന്നത്. പ്രാകാരവാതിൽ ചെന്ന് ആദ്യം ചെല്ലുന്ന ഉപകരണം യാഗപീഠം. വീണ്ടും രണ്ടാമതായി കാണുന്നതായ ഉപകരണമാണ് താമ്രത്തൊട്ടി. ഇങ്ങനെ 2 ഉപകരണങ്ങളാണ് പ്രാകാരത്തിലുള്ളത്. പ്രാകാരം കടന്ന് നാം വിശുദ്ധ സ്ഥലത്തേക്കും അതിവിശുദ്ധ സ്ഥലത്തേക്കും കടന്നു ചെല്ലുന്നു. അതിൻ്റെ മൂടുവിരിയെല്ലാം ഒന്ന് മാറ്റി നോക്കിയാൽ വിശുദ്ധ സ്ഥലവുമുണ്ട്, അതിവിശുദ്ധ സ്ഥലവുമുണ്ട്. വിശുദ്ധ സ്ഥലത്തിരിക്കുന്നതായ ഉപകരണങ്ങളുണ്ട്. 1 കാഴ്ചയപ്പത്തിൻ്റെ മേശ, 2 തങ്ക നിലവിളക്ക്, കവരവിളക്ക്, തങ്ക നിലവിളക്ക്, ധൂപപീഠം തിരശ്ശീലയോട് ചേർന്നാണ് ഇരിക്കുന്നത്. അങ്ങനെ 3 ഉപകരണങ്ങൾ വിശുദ്ധ സ്ഥലത്തുണ്ട്. വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ തിരശ്ശീല കൊണ്ട് മറയ്ക്കപ്പെട്ടിരുന്നു. ആ തിരശ്ശീലയാണ് നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ മുകൾ തൊട്ട് അടിവരെ 2ആയി ചീന്തിപ്പോയത്. ഹെരോദ രാജാവ് യെരുശലേം ദൈവാലയം പുതുക്കി പണിതപ്പോൾ 70 യഹൂദ റബ്ബിമാരാലാണ് ഏതാണ്ട് 4 ഇഞ്ച് കനമുള്ള ആ തിരശ്ശീല തൂക്കിയത്.
ആ തിരശ്ശീലയാണ് കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ ചീന്തപ്പെട്ടത്. ആ തിരശ്ശീലയ്ക്ക് അപ്പുറത്താണ് അതിവിശുദ്ധ സ്ഥലം ഇരിക്കുന്നത്. ആ അതിവിശുദ്ധ സ്ഥലത്താണ് സാക്ഷ്യപെട്ടകം വെച്ചിരിക്കുന്നത്. സാക്ഷ്യപെട്ടകം. ആ സാക്ഷ്യപെട്ടകത്തിന് മുകളിൽ വച്ചിരിക്കുന്ന ഒരു പലകയുണ്ട്. അതിൻ്റെ പേരാണ് കൃപാസനം എന്ന് പറയുന്നത്. ഞാൻ ഈ ഉപകരണങ്ങളെല്ലാം ഒരു പിക്ചർ നമുക്ക് കിട്ടാൻ, സമാഗമന കൂടാരത്തെയും അതിൻ്റെ ഉപകരണങ്ങളെയും കുറിച്ചുള്ള ഒരു പിക്ചർ നമ്മുടെ ഉള്ളിൽ പതിഞ്ഞു കിട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞതേ ഉള്ളൂ. പ്രാകാരത്തിലിരിക്കുന്നതായ 2 ഉപകരണങ്ങൾ, യാഗപീഠം, താമ്രത്തൊട്ടി. വിശുദ്ധ സ്ഥലത്തിരിക്കുന്നതായ 3 ഉപകരണങ്ങൾ, കാഴ്ചയപ്പത്തിൻ്റെ മേശ, തങ്ക നിലവിളക്ക്, ധൂപപീഠം. 3-ാമത്തെ സ്ഥലമായ അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്ന സാക്ഷ്യപെട്ടകവും അതിൻ്റെ മേൽമൂടി കൃപാസനവും. അതിന് മീതെയാണ് കെരൂബുകൾ ചിറക് വിടർത്തിയിരിക്കുന്നത്. ഇത്രയുമാണ് സമാഗമന കൂടാരം എന്ന ആലയത്തിലെ ഉപകരണങ്ങൾ. ഇനിയും നമുക്ക് ഈ ഉപകരണങ്ങളെ ഓരോന്നായിട്ട് ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. ആദ്യത്തെ ഉപകരണം, സമാഗമന കൂടാരത്തിലേക്ക് പ്രാകാരവാതിലിലൂടെ പ്രവേശിക്കുന്ന ഒരു വ്യക്തി ആദ്യം സമീപിക്കുന്നത് യാഗപീഠത്തിൻ്റെ അരികിലാണ്. താമ്ര യാഗപീഠത്തിൻ്റെ അരികിലാണ്. ഈ യാഗപീഠം ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ നിഴലാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ അരികിൽ വന്നിട്ടല്ലാതെ താമ്രത്തൊട്ടിയുടെ അരികിലേക്കോ, കാഴ്ചയപ്പത്തിൻ്റെ മേശയുടെ അരികിലേക്കോ, തങ്ക നിലവിളക്കിൻ്റെ അരികിലേക്കോ, ധൂപപീഠത്തിൻ്റെ അരികിലേക്കോ, കൃപാസനത്തിൻ്റെ അരികിലേക്കോ പോകുക സാധ്യമല്ല. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമായി ബന്ധപ്പെട്ടല്ലാതെ സഭയ്ക്കുള്ളിലെ ആത്മീക അനുഗ്രഹങ്ങളൊന്നും ലഭ്യമല്ല എന്നുള്ള ഒരു വലിയ ആത്മീക സത്യത്തെയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. എന്നോട് പറയാം, യാഗപീഠം ക്രിസ്തുവിനെ കാണിക്കുന്നു, പ്രാകാരം സഭയെ കാണിക്കുന്നു. സഭയ്ക്കുള്ളിലുള്ള ആത്മീക അനുഭവങ്ങളിലേക്കോ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. വേറെ ആരുടെ അടുത്ത് പോയാലും ഇതിനകത്തുള്ള ഒന്നിൻ്റെ അനുഭവങ്ങളിലേക്കും കടക്കാൻ കഴിയുകയില്ല. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ മാത്രം. ആലയത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അനുഭവിക്കണമോ, കൃപകളും കൃപാവരങ്ങളും അനുഭവിക്കണമോ, ആരാധനയുടെ അനുഭവം കിട്ടണമോ, കുരിശിൻ്റെ ചുവട്ടിൽ തുടങ്ങണം, ക്രൂശിൻ്റെ ചുവട്ടിൽ തുടങ്ങണം. അതാണ് യാഗപീഠത്തെ കാണിക്കുന്നത്. ഇനി ഈ യാഗപീഠത്തിൻ്റെ ചില പ്രത്യേകതകളെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. യാഗപീഠത്തിൻ്റെ ചില പ്രത്യേകതകൾ, ചില സവിശേഷതകൾ. ഒന്ന്, നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, സമാഗമന കൂടാരത്തിലെ 1-ാമത്തെ ഉപകരണമാണ്. അതിനു മുമ്പായിട്ട് ഈ യാഗപീഠത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വേദഭാഗം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങൾ. നിങ്ങൾ എല്ലാവരും ഒന്ന് ബൈബിൾ എടുക്കുക. വായിക്കുന്നയാൾ മാത്രം വായിക്കുകയല്ല, സൂമിലായിരിക്കുന്നവരെല്ലാവരും ഒന്ന് ബൈബിൾ എടുത്ത്, വീഡിയോ ഓണാക്കാത്തവരും എല്ലാം ഒന്ന് ബൈബിൾ എടുത്ത്, കാരണം നമുക്കതൊന്ന് ഗ്രഹിക്കാൻ എളുപ്പമാണത്. നമ്മൾ വെറുതെ കേട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ലാതെ ബൈബിളിലേക്ക് കൂടെ നോക്കി ആ വാക്യങ്ങൾ ഒന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഗ്രഹിക്കാൻ എളുപ്പമാണ്. പുറപ്പാട് പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ
1 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങൾ. 5 മുഴം നീളവും 5 മുഴം വീതിയുമായി ഖദിരമരം കൊണ്ട് യാഗപീഠം ഉണ്ടാക്കണം. യാഗപീഠം സമചതുരവും 3 മുഴം ഉയരവുമായിരിക്കണം. അതിന്റെ 4 കോണിലും കൊമ്പുണ്ടാക്കണം. കൊമ്പ് അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. അത് താമ്രം കൊണ്ട് പൊതിയണം. അതിലെ വെണ്ണീർ എടുക്കേണ്ടതിന് ചട്ടികളും അതിന്റെ ചട്ടുകങ്ങളും കിണ്ണങ്ങളും മുൾകൊളുത്തുകളും തീ കലശങ്ങളും ഉണ്ടാക്കണം. അതിന്റെ ഉപകരണങ്ങളൊക്കെയും താമ്രം കൊണ്ട് ഉണ്ടാക്കണം. അതിന് താമ്രം കൊണ്ട് വലപ്പണിയായി ഒരു ജാലവും ഉണ്ടാക്കണം. ജാലത്തിന്മേൽ 4 കോണിലും 4 താമ്ര വളയം ഉണ്ടാക്കണം. ജാലം യാഗപീഠത്തിന്റെ പകുതിയോളം എത്തുംവണ്ണം താഴെ യാഗപീഠത്തിന്റെ ചുറ്റുപടിക്ക് കീഴായി വെക്കണം. യാഗപീഠത്തിന് ഖദിരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി താമ്രം കൊണ്ട് പൊതിയണം. തണ്ടുകൾ വളയങ്ങളിൽ ഇടണം. യാഗപീഠം ചുമക്കുമ്പോൾ തണ്ടുകൾ അതിന്റെ 2 ഭാഗത്തും ഉണ്ടായിരിക്കണം. പലക കൊണ്ട് പൊള്ളയായി അത് ഉണ്ടാക്കണം. പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന പ്രകാരം തന്നെ അത് ഉണ്ടാക്കണം. യാഗപീഠം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന്, എന്തുകൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്, അതിൻ്റെ അളവുകൾ എങ്ങനെയാണ് എന്നിങ്ങനെയുള്ളതായ കാര്യങ്ങളെല്ലാം കൃത്യമായി നാം ഈ വേദഭാഗത്ത് കാണുന്നുണ്ട്. യാഗപീഠം സമചതുരമായിരിക്കണം. 3 മുഴം ഉയരം, 5 മുഴം നീളം, 5 മുഴം വീതി. 5 മുഴം നീളം, 5 മുഴം വീതി, 3 മുഴം ഉയരം. ഇങ്ങനെയാണ് യാഗപീഠം ഉണ്ടാക്കേണ്ടത്. അതിൻ്റെ 4 കോണിലും കൊമ്പുണ്ടാക്കണം. ആ കൊമ്പ് അതിലേക്ക് വേറെ കൊണ്ടൊന്ന് ജോയിൻ്റ് ചെയ്യുകയല്ല, അതിൽ നിന്ന് തന്നെ ആകണം. ഇതെല്ലാം താമ്രം കൊണ്ട് പൊതിയണം. പിന്നെ അതിൻ്റെ ഉപകരണങ്ങൾ, യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ കുറേ ഉപകരണങ്ങൾ കിടക്കുന്നുണ്ട്. യാഗപീഠത്തിൽ ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങൾ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഉപകരണങ്ങൾ, അതിൽ വെണ്ണീരെടുക്കണം, ചാരം. ഈ മൃഗങ്ങളെയൊക്കെ അതിനകത്ത് വെച്ച് കത്തിച്ച് ചാരം, ആ ചാരം എടുക്കേണ്ടതിന് ചട്ടികളും അത് കോരിയെടുക്കാനായിട്ട് ചട്ടകങ്ങളും കിണ്ണങ്ങളും മുൾക്കൊളുത്തുകളും തീക്കലശങ്ങളും ഉണ്ടാക്കണം. അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും താമ്രം കൊണ്ട് ഉണ്ടാക്കണം. അതിനെ താമ്രം കൊണ്ട് വലപ്പണിയായി ഒരു ജാലവും ഉണ്ടാക്കണം. ജാലത്തിന്മേൽ 4 കോണിലും 4 താമ്ര വളയം ഉണ്ടാക്കണം. ആ ജാലം എന്ന് പറയുന്നത് അവിടെ പറയുന്നുണ്ട്, ജാലം യാഗപീഠത്തിൻ്റെ പകുതിയോളം എത്തുവണ്ണം താഴെ യാഗപീഠത്തിൻ്റെ ചുറ്റുപടിക്ക് കീഴായി വെക്കണം. യാഗപീഠത്തിന് ഖദിരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി താമ്രം കൊണ്ട് പൊതിയണം. തണ്ടുകൾ വളയങ്ങളിൽ ഇടണം. യാഗപീഠം ചുമക്കുമ്പോൾ തണ്ടുകൾ അതിന് 2 ഭാഗത്തും ഉണ്ടായിരിക്കണം. അപ്പോൾ 2 വശത്തും കാണുന്ന തണ്ടുകൾ ആ കൊളുത്തുകളിലിട്ട് ആ തണ്ടുകൾ തോളിൽ വെച്ചാണ് യാഗപീഠം ചുമക്കുന്നത്. ഇനി അതിനകത്ത് അതിൻ്റെ ഉള്ളി ഇറക്കി വെച്ചിരിക്കുന്ന ഒന്നാണ് താമ്രജാലം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കാളയൊക്കെ നുറുക്കി കൊണ്ടുവന്ന് വയ്ക്കുന്നത് ഈ താമ്രജാലത്തിന്മേല. ഒരു നെറ്റാണ്, നെറ്റ് കണ്ടോ. അതിൻ്റെ പകുതി, ഈ യാഗപീഠത്തിൻ്റെ ഉള്ളിൽ പകുതി വരെ ഇറക്കി വയ്ക്കത്തക്കവണ്ണം ഈ നെറ്റ്, ഈ താമ്രജാലം എന്നാണ് പറയുന്നത്. താമ്രം കൊണ്ടുള്ളതായ ഈ നെറ്റ് അതിൻ്റെ ഉള്ളിൽ ഇറക്കി വയ്ക്കും. കാളുകളെല്ലാം നുറുക്കി ഈ നെറ്റിലാണ് വെക്കുന്നത്, ഈ താമ്രജാലം. ഈ താമ്രജാലത്തിലാണ് കാളുകളെല്ലാം നുറുക്കി വെക്കുന്നത്. ആടുകളെയൊക്കെ നുറുക്കി വെക്കുന്നത്, കൈക്കുറുകും കാൽക്കുറുകും ഒക്കെ വെക്കുന്നത് ഈ താമ്രജാലത്തിലാണ്. എന്നിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് തീ കത്തിക്കും. ഈ യാഗപീഠം കത്തിക്കും. ഈ യാഗപീഠത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കുക, എപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുക, എപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ യാഗപീഠം. ഈ ജാലത്തിൽ കാളകളും ആടുകളെയൊക്കെ നുറുക്കി വയ്ക്കും. തീ കൊണ്ട് കത്തി ഈ യാഗപീഠത്തിൽ വെക്കുന്നതെല്ലാം കത്തി ചാരമാകും. ചാരമായി ആ ചാരം ഈ ജാലത്തിലൂടെ യാഗപീഠത്തിന് കീഴിൽ അടിയിൽ വീഴും. അതെല്ലാം കോരിയെടുക്കുന്നതിന് വേണ്ടിയാണ് ചട്ടിയും ചട്ടകങ്ങളും കലശങ്ങളും തീക്കലശവും ഒക്കെ ഉള്ളത്.
അങ്ങനെ ആ ചാരം കോരിയെടുത്ത്, പാളയത്തിലിടാൻ പാടില്ല, ആ ചാരം കോരിയെടുത്ത് പാളയത്തിൻ്റെ വെളിയിൽ കൊണ്ടുപോയി കളയണം. അതാണ് നിയമം. ഏതാണ്ട് 10 മൈൽ ദൂരമുണ്ട്. അപ്പോൾ ലേവ്യരുടെ ശുശ്രൂഷകൾ നാം ഓർക്കണം, പുരോഹിതന്മാരുടെ ശുശ്രൂഷകൾ ഓർക്കണം. അതിലേക്കൊക്കെ നാം വരും. ഇതെല്ലാം വലിയ ആത്മീയ പാഠങ്ങളുള്ളതാണ്. ആ ചാരം കോരിയെടുത്ത് ചാരം ചുമന്നു കൊണ്ടുപോകുന്ന പുരോഹിതനുണ്ട്. ഇബ്രായ ലേഖനത്തിൽ നിന്ന് കാണുന്നുണ്ട്, പാളയത്തിൻ്റെ പുറത്തേക്ക് നടന്നു പോകുന്നതായ കാഴ്ച. ഇനിയും ഇതോരോന്ന് നമുക്ക് പഠിച്ചു വരാം. ഈ യാഗപീഠം, താമ്രയാഗപീഠം എന്നാണ് അതിൻ്റെ പേര്. താമ്രയാഗപീഠത്തിൻ്റെ പ്രത്യേകതകൾ ഏതാണ്ട് ഒരു ചിത്രം, ഈ യാഗപീഠത്തെക്കുറിച്ചുള്ളതായ ഏതാണ്ട് ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടി. ഇനി അതിൽ നിന്ന് പഠിക്കാൻ പോവുകയാണ്. യാഗപീഠത്തിൻ്റെ ചില പ്രത്യേകതകൾ. ഒന്ന്, സമാഗമന കൂടാരത്തിലെ ഒന്നാമത്തെ ഉപകരണമാണ്. ആദ്യം വെച്ചിരിക്കുന്ന ഉപകരണം പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 29-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 29-ാമത്തെ വാക്യം. ഹോമയാഗപീഠം സമാഗമന കൂടാരം എന്ന തിരുനിവാസത്തിന്റെ വാതിലിന്റെ മുൻവശത്ത് വെക്കുകയും അതിന്മേൽ ഹോമയാഗവും ഭോജനയാഗവും അർപ്പിക്കുകയും ചെയ്തു. സമാഗമന കൂടാരമെന്ന ആലയത്തിന്റെ വാതിലിന്റെ മുൻവശത്ത്, വാതിൽ കടന്ന് കയറി വരുന്ന ഒരു വ്യക്തി ആദ്യം അതിൻ്റെ അരികിലേക്കാണ് ചെല്ലുന്നത്. സമാഗമന കൂടാരത്തിൽ കയറി ചെല്ലുന്നിടത്തിരിക്കുന്ന ആരാധനാ ഉപകരണമാണ്, ആലയത്തിൻ്റെ ഉപകരണമാണ്. ഇത് ക്രിസ്തുവിൻ്റെ ക്രൂശിനെയാണ് കാണിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിൽ കൂടെയുള്ള രക്ഷയെയാണ് കാണിക്കുന്നത്. ആലയത്തിലേക്ക് വരുന്നവൻ ഒന്നാമതായി രക്ഷ സ്വന്തമാക്കണം. അല്ലാതെ ആലയത്തിൻ്റെ അകത്തുള്ള ഒരു കാര്യത്തിലും അവന് പങ്കാളിയാകാൻ കഴിയുകയില്ല. ആലയം നിസ്സാരമായി കാണരുത്. രക്ഷിക്കപ്പെടാത്ത ഒരുവന് ഇതിനകത്തുള്ള ഒരു കാര്യപരിപാടിയിലും പങ്കെടുക്കാൻ അവകാശമില്ല. ആലയത്തിൻ്റെ അകത്ത് നടക്കുന്നതായ ശുശ്രൂഷകളെല്ലാം രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമുള്ളതാണ്. സുവിശേഷ വേല ചെയ്യണമോ, രക്ഷിക്കപ്പെട്ടവനാണ് ദൈവവേല ചെയ്യേണ്ടത്. ഓരോന്ന് ആരാധിക്കേണ്ടത് ആരാണ്? രക്ഷിക്കപ്പെട്ടവനാണ് ആരാധന. ഈ രക്ഷിക്കപ്പെടുക എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ ആരുടെയും നെറ്റി ഇളിയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്ന സത്യമാണത്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സഭയുടെ പാരമ്പര്യപ്രകാരം വിശുദ്ധ കുർബാന അതിൻ്റെ ആ മഹത്വകരമായ ശുശ്രൂഷയിലേക്ക് കടക്കുന്നതായ സമയം വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിഞ്ഞാണ്. വിശുദ്ധ കുർബാനയിൽ വിശ്വാസ പ്രമാണം ചൊല്ലുന്നതായ സമയം ശുശ്രൂഷക്കാരൻ മദ്ബഹായിൽ നിന്ന് ധൂപക്കുറ്റിയുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരും. ആ സമയത്ത് രക്ഷിക്കപ്പെടാത്തവരായി ആരെങ്കിലും ആലയത്തുണ്ടെങ്കിൽ അവൻ പുറത്തു പോകണമെന്നാണ്. അത് കഴിഞ്ഞ് പിന്നീടുള്ളതായ ശുശ്രൂഷകളിൽ അവൻ പങ്കെടുക്കാൻ പാടില്ല. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ദൈവാലയത്തിൽ ഉണ്ടെങ്കിൽ അവൻ പുറത്തു പോകണം. പിന്നീടുള്ളതായ കാര്യങ്ങളെല്ലാം ആ ഉന്നത പദവിയിലേക്ക് കയറി, ഒരു പടിയിലേക്ക് കയറി മഹത്വകരമായ ശുശ്രൂഷകളിലേക്ക് കടക്കുകയാണ്. ആരാധനയുടെ മഹത്വകരമായ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മശിക തമ്പുരാനായിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. നാം ദൈവാലയത്തിലാണ് നിൽക്കുന്നതെങ്കിലും, ശരീരം ദൈവാലയത്തിലാണെങ്കിലും, നാം ആത്മാവിൽ സ്വർഗീയ മഹോന്നതങ്ങളിലേക്ക് കയറി പോവുകയാണ്. മറുബഹസകളുടെയും
കൈമണികളുടെയും എല്ലാം ശബ്ദമെല്ലാം ആ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ അടുത്ത് നിൽക്കുന്നവൻ ആരാണെന്ന് നോക്കുന്നില്ല, എന്താണെന്ന് നോക്കുന്നില്ല. ബോധങ്ങളും ശരീരം എവിടെയാണെങ്കിലും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിന് വലത്തുഭാഗത്ത് മശിഹാ തമ്പുരാനായിരിക്കുന്ന മഹോന്നതങ്ങളിലേക്ക് നാം പോവുകയാണ്. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവെങ്കിൽ ഇരിക്കുന്നു. ഭയത്തോടുകൂടെ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം, നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. നാം പിതാവായ ദൈവത്തെ സ്തുതിക്കുന്നു, പുത്രനാം ദൈവത്തെ സ്തുതിക്കുന്നു, പരിശുദ്ധാത്മാവാം ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധന അനുഭവങ്ങളിലേക്ക് നാം കയറുകയാണ്. രക്ഷിക്കപ്പെട്ടവന് മാത്രം, ക്രൂശിൽ രക്ഷ അനുഭവിക്കാത്ത ഒരുത്തനും ഈ ആലയത്തിൻ്റെ ഉള്ളിലുള്ളതൊന്നും ലഭ്യമല്ല. ആരാധനയുടെ ആശീർവാദം എന്താണ്? കർത്താവിൻ്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരുമേ എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. അല്ലാത്തവർക്ക് ആശീർവാദവുമില്ല. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ വ്യക്തിപരമായി നാം നമ്മിലേക്കൊന്ന് നോക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാനുള്ള ഉറപ്പ് നേടിയിട്ടുണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ ഒരു പാപിക്ക് ലഭിക്കുന്ന രക്ഷ എൻ്റെ സ്വന്തമായി തീർന്നിട്ടുണ്ടോ? നിസ്സാരനായ അടിയൻ എൻ്റെ ജീവിതത്തിൽ 22-ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ രക്ഷ സ്വന്തമാക്കിയത്. ഞാൻ പള്ളി മാറിയില്ല, സഭ മാറിയില്ല, ഒരിടത്തും പോയില്ല. കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി ഒരുക്കിയ രക്ഷ എൻ്റെ സ്വന്തമാക്കി ഞാൻ തീർത്തു. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചയിലും പള്ളിയിൽ പോയവനാണ്. ഞങ്ങളുടെ പള്ളി, ഞങ്ങളുടെ ഇടവകയിൽ ഇന്നലെ വൈകിട്ട് 3 നോമ്പിൻ്റേതായ ഇതിൽ മെസ്സേജ് കൊടുത്ത് ഞാനാണ്. ഇന്ന് വൈകിട്ട് ഷൈജ മെസ്സേജ് പറയുന്നുണ്ട്, നാളെ ഞാൻ പറയുന്നുണ്ട്. 3 ദിവസമുള്ളതായ 3 നോമ്പിൽ പള്ളിയോടും ആരാധനയോടും എല്ലാം ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. സഭ മാറണമെന്നോ ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ രക്ഷ അനുഭവിച്ചില്ല എങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഇന്ന് അനേകർക്ക് രക്ഷ എന്താണെന്നറിയില്ല, ക്രിസ്തു ആരാണെന്നറിയില്ല. എല്ലാം ഒരു സോഷ്യൽ ഗാദറിംഗ് പോലെ കാണുകയാണ്. ദൈവമക്കളെ, നാം വ്യക്തിപരമായി രക്ഷ അനുഭവിക്കണം. ക്രൂശിലെ രക്ഷ വ്യക്തിപരമായി അനുഭവിക്കണം. അല്ലാതെ ഇതിനകത്ത് ഒരു കാര്യവും നമുക്കില്ല. രക്ഷിക്കപ്പെടാത്തവന് ഇതിനകത്ത് ഒരു കാര്യവുമില്ല. ദൈവത്തിന് സ്തോത്രം. സമാഗമന കൂടാരത്തിലെ 1-ാമത്തെ ഉപകരണം രക്ഷ ആദ്യം സ്വന്തമാക്കണം, ആദ്യം അവകാശമാക്കണം. അത് കഴിഞ്ഞ് എന്തെങ്കിലും ഉള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ? രക്ഷിക്കപ്പെട്ടതിന് ശേഷമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. 2-ാമത്തെ കാര്യം, സമാഗമന കൂടാരത്തിലെ ഏറ്റവും വലിപ്പമുള്ള ഉപകരണമാണ് യാഗപീഠം. സമാഗമന കൂടാരത്തിലെ ഏറ്റവും വലിപ്പമുള്ള ഉപകരണമാണ് യാഗപീഠം. അതിൻ്റെ അളവ് നാം വായിച്ചു. 5 മുഴം നീളം, 5 മുഴം വീതി, 3 മുഴം ഉയരം. മറ്റ് ഏത് ഉപകരണങ്ങൾ നോക്കിയാലും, താമ്രത്തൊട്ടിയോ കാഴ്ചയപ്പത്തിൻ്റെ മേശയോ ധൂപപീഠമോ കൃപാസനമോ ഏത് ഉപകരണം നോക്കിയാലും ഇതിൻ്റെ അത്രയും വലിപ്പമില്ല. ആലയത്തിൻ്റെ അകത്ത് ഏറ്റവും വലിപ്പം കൂടിയ ഉപകരണമാണ് യാഗപീഠം. എന്ന് പറഞ്ഞാൽ സഭയ്ക്കുള്ളിൽ ക്രിസ്തുവിൻ്റെ ക്രൂശിനേക്കാൾ വലിയതായി ഒന്നുമില്ല. ഇതിനേക്കാൾ വലുതായി വേറെ ഒന്നുമില്ല. ക്രിസ്തുവിനേക്കാൾ വലുതായി, ക്രിസ്തുവിൻ്റെ ക്രൂശിനേക്കാൾ വലുതായി, ക്രൂശമരണത്തേക്കാൾ വലുതായി വേറെ ഒന്നുമില്ല. മറ്റു പലതും ഉണ്ട്.
മറ്റ് പല കാര്യങ്ങളുണ്ട്, ശുശ്രൂഷകളും കൂദാശകളും എല്ലാം ഉണ്ട്. പക്ഷേ ക്രിസ്തുവിനേക്കാൾ വലുതായി വേറെ ഒന്നുമില്ല. താമ്രത്തൊട്ടിയുണ്ട്, കാഴ്ചയപ്പത്തിന് മേശയുണ്ട്, ധൂപപീഠമുണ്ട്, തങ്ക നിലവിളക്കുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ക്രിസ്തുവിനേക്കാൾ വലുതായി വേറെ ഒന്നുമില്ല. ഏറ്റവും വലിയ ഉപകരണം. മൂന്നാമത്തെ കാര്യം ഇത് ഉണ്ടാക്കുന്നത് ഖദിരമരം കൊണ്ടാണ്. നാം വായിച്ച ആ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം 1 മുതൽ നാം വായിച്ചതായ വേദഭാഗത്തിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. 3, ഖദിരമരം കൊണ്ട് ഉണ്ടാക്കണം. ഈ സരളവൃക്ഷവും ദേവദാരുവും വിലക്കൂടിയ മരങ്ങളാണ്. ഈടുറ്റതും നല്ല വിലപിടിപ്പുള്ളതായ മരങ്ങളാണ് സരളമരവും ദേവദാരുവുമൊക്കെ. എന്നാൽ ആർക്കും വേണ്ടാത്തതും ആരും ഒരു പണികൾക്കും ഉപയോഗിക്കാത്തതുമായ ഒരു മരമാണ് ഈ ഖദിരമരം എന്ന് പറയുന്നത്. ആർക്കും വേണ്ടാത്തതും ആരും ഒരു പണിക്കും, ഒരു ഫർണിച്ചർ ഉണ്ടാക്കാനും ഒരു ഉരുപ്പിടിയായി ഖദിരമരത്തിൻ്റെ ഉരുപ്പിടി ഉപയോഗിക്കാറില്ല. ആർക്കും വേണ്ടാത്തതും ആരും ഒരു പണിക്കും ഉപയോഗിക്കാത്തതുമായ ഒരു മരമാണ് ഖദിരമരം. ബലഹീന മനുഷ്യത്വത്തെയാണ് ഇത് കാണിക്കുന്നത്. ബലഹീനമായ മനുഷ്യത്വത്തെയാണ് ഇത് കാണിക്കുന്നത്. ഒട്ടും ഭംഗിയില്ലാത്തതും നിറയെ നാരുകൾ നിറഞ്ഞതും, ഭംഗിയില്ലാത്തതും നാരുകൾ നിറഞ്ഞതും മുള്ളുകളുള്ളതുമാണ് ഖദിരമരം. ഖദിരമരത്തിൻ്റെ തടിയെന്ന് പറയുന്നത്, അതിന് മരമെന്ന് പറയുന്നത് ഒട്ടും ഭംഗിയില്ലാത്തതും കോമളത്വമോ രൂപഗുണമോ ഇല്ലാത്തതും ഒരു ഫർണിച്ചർ ഫിനിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് ഉപയോഗിക്കാൻ തക്കൊണ്ട് ഫർണിച്ചർ ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് നിറയെ നാരുകളുള്ളതും മുള്ളുകളുള്ളതുമായ ഖദിരമരം നമ്മെപ്പോലെയുള്ളൊരു മനുഷ്യൻ്റെ സാദൃശ്യമാണ്. നമ്മൾ ഓരോരുത്തരെയും പോലെയുമുള്ള ഒരു മനുഷ്യൻ്റെ സാദൃശ്യമാണ്. നമുക്ക് വേണ്ടി, പാപികളായ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഏറ്റെടുത്തതായ താണ അവസ്ഥയ്ക്ക് സമമാണിത്. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഏറ്റെടുത്തതായ താണ അവസ്ഥയ്ക്ക് സമമാണിത്. ഈ ഖദിരമരം യാതൊരു രൂപഗുണവുമില്ലാത്തതും മരുഭൂമിയിൽ വളരുന്നതുമായ മരമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 2-3 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ പ്രവാചകനായ യെശയ്യാവ് മനുഷ്യനായ ദൈവപുത്രനെ നോക്കി കാണുമ്പോൾ, ക്രിസ്തുവിനെ നോക്കി കാണുമ്പോൾ, നമുക്ക് വേണ്ടി മനുഷ്യനായി താണ അവസ്ഥയിലേക്ക് സ്വർഗം വിട്ട് താണിറങ്ങി വന്ന ദൈവപുത്രനെ നോക്കി കാണുമ്പോൾ അവന് രൂപഗുണമില്ല, കോമളത്വമില്ല. യെശയ്യാ 53-ന്റെ 2-3 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവൻ ഇളയ തൈ പോലെ വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെ അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. യെശയ്യാ പ്രവാചകൻ താണ അവസ്ഥയിൽ ഇറങ്ങി വന്ന ക്രിസ്തുവിനെ നോക്കി കാണുമ്പോൾ ഖദിരമരത്തെ പോലെ കാണുകയാണ്. മാത്രമല്ല, നമ്മുടെ കർത്താവ് മറ്റുള്ള മനുഷ്യരിൽ നിന്ന് വേഷം കൊണ്ടോ ശരീരപ്രകൃതി കൊണ്ടോ ഒട്ടും വ്യത്യസ്തനായിട്ടല്ല നടന്നത്. കർത്താവിൻ്റെ മനുഷ്യാവതാര കാലം ആളുകളുടെ ഇടയിലൂടെ നമ്മുടെ കർത്താവ് നടന്നപ്പോൾ വസ്ത്രധാരണത്തിൽ തൻ്റെ വേഷം കൊണ്ടോ ശരീരപ്രകൃതി കൊണ്ടോ
മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിട്ടല്ല നടന്നത്. അവരിൽ ഒരുവനെ പോലെ യേശു നടന്നു. കർത്താവ് നടക്കുമ്പോൾ അവൻ്റെ വസ്ത്രധാരണത്തിലോ അല്ലെങ്കിൽ മറ്റു മനുഷ്യരിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസമുള്ളതായി എടുത്തു പറയത്തക്കവണ്ണം എന്തെങ്കിലും ഒരു വിശേഷത കർത്താവിനുണ്ടായിരുന്നുവെങ്കിൽ മഹാപുരോഹിതന്മാർക്ക് 30 വെള്ളിക്കാശ് ചിലവഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവരുടെ പോക്കറ്റിൽ കിടന്നേനെ. മറ്റ് ശിഷ്യന്മാരെ പോലെ തന്നെ അല്ല, അവരിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും പ്രത്യേക വേഷവിധാനമോ എന്തെങ്കിലും ഒരു ശരീര രൂപത്തിൽ വ്യത്യാസമോ എന്തെങ്കിലും ഒരു വ്യത്യാസം കർത്താവിനുണ്ടായിരുന്നെങ്കിൽ മഹാപുരോഹിതന്മാരുടെ പോക്കറ്റിൽ നിന്നും 30 വെള്ളിക്കാശ് ചെലവഴിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. യേശുവിനെ തിരിച്ചറിയുവാൻ യൂദ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണമായിരുന്നു. അല്ലെങ്കിൽ പറഞ്ഞു വിട്ടാൽ മതി, ഇന്ന രീതിയിൽ വസ്ത്രം ധരിച്ച ഒരുവൻ, ഇന്ന വ്യത്യസ്തമുള്ള ഒരാളെന്ന് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. കാരണം അവരിൽ ഒരുവനെ പോലെയാണ് യേശു നടന്നത്. താണ അവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന് വേഷത്തിൽ മനുഷ്യനായി നമുക്ക് വേണ്ടി അവതരിച്ചവനായ യേശു ഒരു മനുഷ്യനായി, ഒരു സാധാരണ മനുഷ്യനെ പോലെ അവൻ ഈ ഭൂമിയിൽ നടന്നു. രൂപഗുണമില്ലാത്തവനായി, കോമളത്വമില്ലാത്തവനായി അവൻ നടന്നു. ദൈവത്തിന് സ്തോത്രം. കൊച്ചു കുട്ടികൾ വരെ പൊതുചോറും കെട്ടി യോഗത്തിന് പോകുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അത്രയും ജനങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്ന്, ആളുകളുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്ന് ആളുകളോട് ഇണങ്ങി ജീവിച്ചവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് ആർക്കും അപ്രാപ്യമായിരുന്നില്ല. രക്തസ്രാവക്കാരി സ്ത്രീക്ക് വരെ കൈ നീട്ടി അവനെ തൊടാമായിരുന്നു. നമ്മുടെ കർത്താവ് അവരിൽ ഒരാളെ പോലെ ആളുകളുടെ ഇടയിലൂടെ നടന്നു. ബേത്ലഹേമിൽ ജനിച്ച് ഒരു സാധാരണ മനുഷ്യനെ പോലെ വളർന്ന് ഭക്ഷിച്ച് വിശന്ന് നടന്ന് കരഞ്ഞ് അടിയേറ്റ് ക്രൂസിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു. നമ്മുടെ യേശു നമുക്ക് വേണ്ടി താഴ്ന്നിറങ്ങി വന്നു. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം. ക്രിസ്തു താണിറങ്ങി വന്നു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അവൻ തന്നെത്താൻ താഴ്ന്നിറങ്ങി വന്നവനാണ്. കർത്താവായ യേശു ക്രിസ്തു മരമായി, അവനൊരു മരം പല ഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട്. ഞാൻ ആ വാക്യങ്ങൾ ഓരോന്നും വായിക്കാൻ സമയമെടുക്കുന്നില്ല. നിങ്ങൾ നോട്ട് ചെയ്യുന്ന ഓരോന്ന് നോട്ട് ചെയ്യുക. വാക്യങ്ങളെല്ലാം ഓരോന്നും വായിക്കാൻ പോയാൽ സമയം മുന്നോട്ട് പോകുമല്ലോ. യേശു ഒരു മരമായിരുന്നു. മരം. ലൂക്കോസ് 23:31. പച്ചമരം. പച്ചമരത്തോട് ഇങ്ങനെയായാൽ ഉണങ്ങിയതിനോട് എത്ര അധികം പച്ചമരം. ലൂക്കോസ് 23:31. സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 12-13 വാക്യങ്ങൾ വേണമെങ്കിൽ ഒന്ന് വായിക്കാം. സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 12-13 വാക്യങ്ങൾ. മുളയായ മനുഷ്യൻ. സെഖര്യാവ് 6:12-13. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മുള എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടല്ലോ, അവൻ തന്റെ നിലയിൽ നിന്ന് മുളച്ചു വന്ന് യഹോവയുടെ മന്ദിരം പണിയും. മുള എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടല്ലോ. സെഖര്യാ തന്നെ 3:8. മഹാപുരോഹിതനായ യോശുവേ, നീയും നിന്റെ മുമ്പിൽ ഇരിക്കുന്ന നിന്റെ കൂട്ടുകാരും കേട്ടുകൊള്ളുവിൻ. അവർ അത്ഭുത ലക്ഷണ പുരുഷന്മാരല്ലോ. ഞാൻ ദാസനായ മുള എന്നവനെ
ഞാൻ എൻ്റെ ദാസനായ മുള എന്നവനെ വരുത്തും. ഇനിയുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് കുറിച്ച് വയ്ക്കുക. മർക്കോസ് 10:45, മർക്കോസ് 10:45, യെശയ്യാവ് 52:13 മുതൽ 15 വരെയുള്ളതായ വാക്യങ്ങൾ. യെശയ്യാവ് 52:13 മുതൽ 15 വരെയുള്ളതായ വാക്യങ്ങൾ. എൻ്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ ഉയർന്നു മുങ്ങി അത്യന്തം ഉന്നതനായിരിക്കും. അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്ന് തോന്നും, അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ അവൻ പല ജാതികളെയും കുതിച്ച് ചാടുമാറാക്കും. ഇതെല്ലാം താണ അവസ്ഥയെ കാണിക്കുകയാണ്. യെശയ്യാവ് 11-1 വാക്യം. ഇതെല്ലാം ക്രിസ്തുവിനെ കുറിച്ച്. ക്രിസ്തുവിനെ ഒരു മരമായി, ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും. ക്രിസ്തുവിനെ ഒരു മരമായി, ഖദിരമരമായി, ഒരു മരമായി കാണിക്കുന്ന വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 27 29 വാക്യവും 36 വാക്യവും. ഇവിടെയെല്ലാം കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു മരമായി ചിത്രീകരിക്കുകയാണ്. യാഗപീഠം, ഖദിരമരം ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ കാണിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-9 വാക്യം നാം വായിക്കുമ്പോൾ ശമര്യക്കാരി സ്ത്രീ യേശുവിനെ കാണുകയാണ്. ആ ശമര്യ പട്ടണമായ സുഖാറിൽ യാക്കോബിൻ്റെ ഉറവിൻ്റെ അരികിൽ നട്ടുച്ച നേരത്ത് വെള്ളം കോരാൻ വന്ന ശമര്യക്കാരി സ്ത്രീ യേശുവിനെ കണ്ടപ്പോൾ ഒരു യഹൂദനായിട്ടാണ് കാണുന്നത്, ഒരു സാധാരണ യഹൂദൻ. നീ യഹൂദനായിരിക്കെ, ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ പോലെ താണിറങ്ങി വന്നവനായ യേശു ശമര്യക്കാരി സ്ത്രീയുടെ മുമ്പിൽ ഒരു സാധാരണ യഹൂദനായിട്ടാണ് അവൾ യേശുവിനെ കാണുന്നത്. സ്വന്തം നാട്ടുകാരോ? നസ്രയത്തിലാണല്ലോ യേശു വളർന്നത്. യേശുവിൻ്റെ ബാല്യകാലം ചെലവഴിച്ചത് നസ്രയത്തിലാണല്ലോ. നസ്രയത്തിൽ ഉള്ള ആളുകൾ സ്വന്തം നാട്ടുകാരെ യേശുവിനെ കണ്ടത് എങ്ങനെയാണ്? മത്തായി 13:55. ഇവൻ തച്ചൻ്റെ മകനല്ലയോ? വേറെ പ്രത്യേകിച്ച് വിശേഷത ഒന്നും അവന് കണ്ടില്ല. ഇവൻ ആ തച്ചൻ്റെ മകനല്ലയോ? മത്തായി 13:55. ഈ കാര്യങ്ങളൊക്കെ നാം ചിന്തിക്കുമ്പോൾ ഇന്ന് അനേകർക്കും യേശു രൂപഗുണമില്ലാത്തവനാണ്. ഇന്ന് ഈ ലോകത്തിന് മുമ്പിൽ സുവിശേഷം ഒരു ഭംഗിയുമില്ലാത്തതാണ്. എന്ത് വിശേഷത! പലർക്കും ഒരു വിലയുമില്ല. സുവിശേഷത്തിനോ ക്രിസ്തുവിനോ യേശുവിനോ ഒന്നും ഒരു വിലയുമില്ല. അവൻ രൂപഗുണമില്ലാത്തവനാണ്. എന്നാൽ നമുക്കവൻ മനോഹര പുരുഷനാണ്. എനിക്കും നിങ്ങൾക്കും അവൻ മനോഹര പുരുഷനായി മാറി. സുവിശേഷം ഏറ്റവും അതിമനോഹരമായി മാറി. 10,000ങ്ങളിലും സുന്ദരനായി മാറി. ഒരു സാധാരണ യഹൂദനെ പോലെയാണ് മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് ശമര്യക്കാരി സ്ത്രീ യേശുവിനെ കണ്ടത് എങ്കിൽ അവൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൾ ഓടി നടന്നവനെ കുറിച്ച് വർണ്ണിക്കുകയാണ്. വന്നു കാണുക, വന്നു കാണുക, രക്ഷിതാവിന് വന്നു കാണുക. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞു ഒരുവനെ വന്നു കാണുക. നമുക്കവൻ 10,000ങ്ങളിൽ സുന്ദരനായി മാറി. അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ സാക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. അവൻ രൂപഗുണമില്ലാത്തവനായി വന്നെങ്കിൽ അവൻ്റെ രൂപഗുണമില്ലായകയാൽ അവൻ്റെ രൂപഗുണം നഷ്ടപ്പെടുത്താൻ ഇറങ്ങി വന്നതുകൊണ്ട് ഞാൻ അവൻ്റെ മകനായി മാറാൻ, സ്വർഗീയ പിതാവിൻ്റെ പുത്രനായി മാറാൻ, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ തക്കവണ്ണം പിതാവ് നമുക്ക്
എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അവൻ രൂപഗുണമില്ലാത്തവനായി ഇറങ്ങുന്നു. കതിരമരം കൊണ്ട് യാഗപീഠമുണ്ടാക്കണം. ക്രിസ്തുവിൻ്റെ താണ അവസ്ഥയെ കാണിക്കുന്നു. നമുക്ക് വേണ്ടി അവൻ താണ മനുഷ്യ രൂപത്തിലിറങ്ങി വന്നു. നാലാമത്തെ കാര്യം ഈ യാഗപീഠത്തിൽ നിരന്തരം തീ കത്തിക്കൊണ്ടിരിക്കണം. ഒരിക്കലും കെടാൻ പാടില്ല. യാഗപീഠത്തിലെ തീ ഒരിക്കലും കെട്ടുപോകാൻ പാടില്ല. എല്ലായ്പ്പോഴും യാഗപീഠത്തിലെ തീ കത്തിക്കൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഈ താമ്ര യാഗപീഠം എപ്പോഴും ചുട്ടുപഴുത്തിരിക്കും. ഈ ചുമ്മാ ചെറിയ തീയൊന്നുമല്ല കത്തുന്നത്. കാളകളെ നുറുക്കി അങ്ങ് വെക്കുമ്പോൾ ഒരു കാളയെ കൊണ്ടുവന്ന് മുഴുവനും തൊലി ഉരിഞ്ഞ് ലേവ്യ യാഗപീഠത്തിലെ യാഗങ്ങൾ നമ്മളിനി പഠിക്കും. ഈ കാളയൊക്കെ അങ്ങ് നുറുക്കി ആ മാംസക്കഷ്ണങ്ങളൊക്കെ അങ്ങ് പച്ച മാംസക്കഷ്ണങ്ങളൊക്കെ അങ്ങ് നുറുക്കി എടുത്ത് വയ്ക്കുമ്പോൾ ആ മാംസക്കഷ്ണങ്ങളെല്ലാം കത്തി ചാരമായി മാറണമെങ്കിൽ എന്തുമാത്രം തീ കത്തണം? എത്രമാത്രം ചൂടുള്ള തീ കത്തേണ്ട ആവശ്യമുണ്ട്, ഇല്ലേ? അപ്പോൾ ഈ യാഗപീഠം എപ്പോഴും ചുട്ടു പഴുത്തിരിക്കുന്ന യാഗപീഠമാണ്. 84 സങ്കീർത്തനം 3 വാക്യം എന്താ വായിക്കുന്നത്? 84 സങ്കീർത്തനം 3 വാക്യം, അടുത്ത ആഴ്ച മനപ്പാഠമായി പഠിക്കാനുള്ള വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. കുരികിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. പല ആൾക്കാർ കരുതിയിരിക്കുന്നത് ഈ യാഗപീഠത്തിൽ കുരികിലിനൊന്ന് കൂട് കൂട്ടി വയ്ക്കാൻ പറ്റുമോ? സാധ്യമുള്ള കാര്യമാണോ അത്? ഈ കാളയെയും ആടിനെയും ഒക്കെ അതിൻ്റെയൊക്കെ മാംസം കത്തിച്ച് ചാരമാക്കി മാറ്റാൻ തക്കവണ്ണമുള്ള തീ കത്തുന്ന ആ താമ്ര യാഗപീഠത്തിൽ കുരികിലിനും മീവൽ പക്ഷിക്കും കൊണ്ടുവന്ന് കൂടുവയ്ക്കാൻ പറ്റുമോ? അപ്പം എന്താണ് ഈ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഈ വാക്യം അതിന് ശരിയായ അർത്ഥം അങ്ങനെയല്ല. നമ്മൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയപ്പോൾ അങ്ങനെ പരിഭാഷപ്പെടുത്തിയെങ്കിലും അതിൻ്റെ ശരിയായ അർത്ഥം ഈ കിളികളൊക്കെ കൊണ്ടുവന്ന് കൂട് കൂട്ടി പാർക്കുന്ന ഒരു സ്ഥലമായിട്ടല്ല യാഗപീഠം. ഒരിക്കലും തീ കെടാൻ പാടില്ല. എപ്പോഴും അതിൽ തീ കത്തിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത് കുരികിലിന് ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു അഭയകേന്ദ്രവും ഉള്ളതുപോലെ എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ യഹോവേ, എൻ്റെ അഭയകേന്ദ്രം നിൻ്റെ യാഗപീഠമാണ് എന്നാണ്. കോരഹൂത്രന്മാർ അങ്ങനെ പാടുന്നത്. കുരുവിലൊരു വീടും മീവൽ പക്ഷി അതിൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു കൂടം കണ്ടെത്തിയിരിക്കുന്നത് പോലെ എന്ന് ഈ കോരഹൂത്രന്മാർ പാടുമ്പോൾ അതിൻ്റെ ശരിയായ അർത്ഥമെന്ന് പറയുന്നത് കുരികിലിന് ഒരു വീടും മീവൽ പക്ഷിക്കും അതിൻ്റെ കുഞ്ഞുങ്ങൾക്കും ഒരു അഭയകേന്ദ്രവും ഉള്ളതുപോലെ. കുരികിൽ ബലഹീന പക്ഷിയാണ്, പക്ഷേ അത് നല്ല മനോഹരമായ സുരക്ഷിതമായ കൂടുണ്ട്. ഈ തെങ്ങിൻ്റെ ഓലയിലൊക്കെ ഈ എന്ത് പക്ഷിയാ ഇങ്ങനെ കൂട് കൂട്ടി നമ്മൾ തൂക്കിയിട്ടിട്ട് കാണുന്നില്ലേ? ഈ തെങ്ങിൻ്റെ ഓലയിലൊക്കെ നമ്മളാ പക്ഷിക്ക് പറഞ്ഞ പേരെന്താണ്? ആറ്റക്കിളി പോലെ നല്ല മനോഹരമായ സുരക്ഷിതമായ കൂട് പോലെയുള്ള കൂടുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. ബലഹീന പക്ഷിയാണ്, ചെറിയ പക്ഷിയാണ്, പക്ഷേ അതിൻ്റെ കൂട് നല്ല ഉറപ്പുള്ള. എത്ര കാറ്റടിച്ചാലോ എത്ര മഴ പെയ്താലോ ഒരു തുള്ളി വെള്ളം കിടക്കില്ല. അതുപോലെയുള്ള കൂടുകളാണ് എൻ്റെ കൂടുകൾ, കുരികിലിൻ്റെ കൂടുകൾ, മീവൽ പക്ഷിയുടെ കൂടുകൾ. അപ്പോൾ ഈ കുരികിലിന് ഒരു വീടും മീവൽ പക്ഷിക്കും കുഞ്ഞുങ്ങൾക്കും ഒരു അഭയകേന്ദ്രവും ഉള്ളതുപോലെ എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ യഹോവേ, എൻ്റെ അഭയകേന്ദ്രം നിൻ്റെ യാഗപീഠമാണ് എന്നാണ്. എൻ്റെ അഭയകേന്ദ്രം നിൻ്റെ യാഗപീഠമാണ് എന്ന് പറഞ്ഞാൽ ഏതാണ് ഈ യാഗപീഠം? 2000 വർഷങ്ങൾക്ക് മുമ്പ് പിതാവായ ദൈവം
സ്വന്തം പുത്രനെ അറുക്കേണ്ടതിന് വേണ്ടി കാൽവറിയിൽ ഒരുക്കിയതായ യാഗപീഠമാണത്. എൻ്റെ അഭയകേന്ദ്രം അതാണെന്ന്. ദൈവത്തിന് സ്തോത്രം. ഈ പക്ഷികളെല്ലാം പകൽ സമയങ്ങളിൽ തീറ്റ തേടി അലഞ്ഞ് ക്ഷീണിച്ച് തളർന്ന് വരുമ്പോൾ സന്ധ്യയ്ക്ക് അവയ്ക്ക് അഭയപ്പെടാൻ ഒരഭയ കേന്ദ്രമാണ് അതിൻ്റെ വീട്, അതിൻ്റെ കൂട് എന്ന് പറയുന്നത്. അതിനെ ഉപദ്രവിക്കുന്നതായ ശത്രുക്കളുടെ കയ്യിൽ നിന്നെല്ലാം മഴ നനയാതെ സുരക്ഷിതമായിട്ടിരിപ്പാൻ തക്കവണ്ണം എല്ലാത്തിൽ നിന്നും അഭയം കൊടുക്കുന്ന ഒരു കൂട് അതിനുള്ളതുപോലെ എനിക്കുമുണ്ട് വന്നു പാർക്കാനൊരു കൂട്, എനിക്കുമുണ്ട് വന്നു പാർക്കാനൊരിടം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയതായ പാപങ്ങൾ എന്നെ വേട്ടയാടി, പാപങ്ങൾ എന്നെ തകർത്ത്, പാപങ്ങൾ എന്നെ വ്രണപ്പെടുത്തി. ഞാൻ അലയുമ്പോൾ, ഞാൻ വലയുമ്പോൾ എൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ട്, എൻ്റെ സമാധാനം നഷ്ടപ്പെട്ട്, ഞാൻ അസ്വസ്ഥനായി, ആരും താങ്ങ് നൽകാനില്ലാതെ, തുണ നൽകാനില്ലാതെ ഞാൻ വലഞ്ഞ് പറന്ന് ഞാൻ ക്ഷീണിച്ച് തളർന്നായിരിക്കുമ്പോൾ കുരികിലിനും മീവൽ പക്ഷിക്കും ഓടി വന്ന് അഭയപ്പെടുവാൻ ഒരു കൂടുള്ളതുപോലെ എൻ്റെ പാപങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷ നേടുവാൻ, എന്നെ വേട്ടയാടുന്നതായ ശാപങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷ നേടുവാൻ, എനിക്ക് വന്ന് പാർക്കാൻ എനിക്ക് വേണ്ടി ഒരഭയകേന്ദ്രം ഒരുക്കി തന്നെ വിടുവിച്ച ദൈവമേ എന്നാണ് പാടുന്നത്. അപ്പനും കൂട്ടരും കോരഹും കൂട്ടരും ദൈവ ശിക്ഷ ഇറങ്ങി ദൈവകോപത്തിൽ ഭൂമി വിളർന്ന് വിഴുങ്ങപ്പെടുമ്പോൾ ന്യായവിധിയുടെ നടുവിൽ നിന്ന്, ശിക്ഷയുടെ നടുവിൽ നിന്ന് ഓടി വന്ന് യാഗപീഠത്തിൻ്റെ കൊമ്പിന്മേൽ പിടിച്ച് കോരഹപുത്രന്മാർ അഭയപ്പെട്ടതുപോലെ എനിക്ക് നിങ്ങൾക്കും അഭയപ്പെടുവാൻ ക്രിസ്തുവിൻ്റെ ക്രൂശുണ്ട്. കർത്താവിൻ്റെ കുരിശ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. യാഗപീഠം നമ്മുടെ അഭയകേന്ദ്രമാണ്. നമുക്ക് അഭയപ്പെടാനുള്ള നമ്മുടെ സങ്കേതമാണ് യാഗപീഠം. ദൈവത്തിന് സ്തോത്രം. അഞ്ചാമതൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. അഞ്ചാമത്തെ കാര്യം, ഈ യാഗപീഠം താമ്രം പൊതിയണമെന്നാണ്. താമ്രം പൊതിയണം. പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് 27-ാം അധ്യായം 2-ാമത്തെ വാക്യം. അതിന്റെ 4 കോണിലും കൊമ്പുണ്ടാക്കണം, കൊമ്പ് അതിൽ നിന്ന് തന്നെ ആയിരിക്കണം, അത് താമ്രം കൊണ്ട് പൊതിയണം. അത് താമ്രം കൊണ്ട് പൊതിയണം. യാഗപീഠം താമ്രം കൊണ്ട് പൊതിയണം. ഖദിരമരം കൊണ്ടുണ്ടാക്കി താമ്രം കൊണ്ട് പൊതിയണം. ഈ താമ്രം എന്ന് പറയുന്നതായ ലോഹം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ആരംഭത്തിൽ നാം ഇതൊന്ന് ചിന്തിച്ചതാണ്. എത്ര ചൂട് വന്നാലും അത് ഒരു കുഴപ്പം വരില്ല, ഉരുകിപ്പോവില്ല, അതിന് രൂപവ്യത്യാസം വരില്ല, അതങ്ങനെ തന്നെ ഇരിക്കും, ഒരു വ്യത്യാസവും കൂടെ. എത്ര ചൂടും താങ്ങാനുള്ള ശേഷി താമ്രത്തിനുണ്ട്. ഇത് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയാണ് കാണിക്കുന്നത്. ക്രിസ്തു മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ പൂർണ്ണ ദൈവവുമാണ്. ദൈവത്വം മാറ്റിവെച്ചിട്ടല്ല കർത്താവ് മനുഷ്യനായി വന്നത്. ഇല്ലേ, സഭയിൽ ഒത്തിരി വേദവിപരീതങ്ങൾ എഴുന്നിട്ടുണ്ട്. അറിയൂസൊക്കെ എഴുന്നിട്ടില്ലേ? ഈ നിഖ്യാവിശ്വാസ പ്രമാണം വേദവിപരീതകളെല്ലാം സഭയിൽ നിന്ന് അകറ്റാൻ തക്കവണ്ണം പിതാക്കന്മാർ കൂടിയിരുന്ന് ക്രോഡീകരിച്ചതാണ്. പാഷാണ്ഡ ഉപദേശങ്ങൾ, പലതരം ഉപദേശങ്ങളോ പാലിൽ മുളച്ച് പരക്കുന്നു. യേശുക്രിസ്തു ഖദിരമരമായി മനുഷ്യനായി അവതരിക്കുമ്പോൾ തന്നെ നമ്മുടെ കർത്താവ് പൂർണ്ണ ദൈവവുമാണ്. ദൈവത്വം മാറ്റിവെച്ചിട്ടല്ല മനുഷ്യനായി വന്നത്. പൂർണ്ണ ദൈവവും
പൂർണ്ണ മനുഷ്യനുമാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദൈവത്വത്തെ കാണിക്കുന്നു. മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ അവൻ ദൈവമാണ്. ഈ താമ്രം പൊതിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഈ തീ കത്തിക്കുമ്പോൾ കതിരുമരം അങ്ങ് ചാരമായി പോയേനെ. കാരണം മാംസം വേഗിൽ ആദ്യം എന്ത് ചെയ്യും? മാംസം ചാരമാകുന്നതിന് മുൻപ് കതിരുമരം അങ്ങ് ചാരമായി പോകും. എന്നാൽ നമ്മുടെ കർത്താവ് ന്യായവിധിയിൽ വെന്തു പോകുന്നവനല്ല. ന്യായവിധിയുടെ തീ ഇറങ്ങി, പക്ഷേ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അവൻ ദൈവമാണ്. ന്യായവിധിയിൽ ഈ താമ്രം പൊതിഞ്ഞില്ലായിരുന്നുവെങ്കിൽ തീയിൽ വെന്ത ചാരമായി പോയേനെ. താമ്രം വെന്തുപോകാത്തതുപോലെ നമ്മുടെ കർത്താവ് ജയാളിയായി നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് സത്യ ദൈവമാണ്. മാത്രമല്ല, ഈ കഷ്ടമേറ്റപ്പോഴൊന്നും കർത്താവിൻ്റെ സ്വഭാവത്തിനൊരു മാറ്റവും വന്നില്ല. നമ്മളൊക്കെ ആണെങ്കിൽ അല്പം ഒരു നൊമ്പരം തട്ടിയാൽ നമ്മളറിയാതെ പ്രതികരിച്ചു പോകും. അല്പം നമ്മുടെ ശരീരം ഒന്ന് നൊന്താൽ, ഇല്ലേ? കാര്യമൊക്കെ ശരിയാ. ആരെങ്കിലും ഒന്ന് നോവാൻ പാത്തിനൊന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ തിരിച്ച്, ഇല്ലേ, നമ്മുടെ സ്വഭാവമൊക്കെ അങ്ങ് മാറും. നമ്മളെ തൊടുന്ന എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ. പക്ഷേ കർത്താവിൻ്റെ ചെകിട്ടത്തടിച്ചു, മുഖത്ത് തുപ്പി, ഒരു വ്യത്യാസവും വന്നില്ല. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസവും വന്നില്ല. കഷ്ടതയുടെ പാരമ്പര്യയിലും അവൻ്റെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസവും വന്നില്ല. എത്ര ചൂട് തട്ടിയാലും മറ്റു പല ലോഹങ്ങളും അത് വളഞ്ഞു പോവും. ചൂട് കിട്ടുമ്പോൾ വളഞ്ഞു പോവും, അതിൻ്റെ ഷേപ്പ് മാറും, ഒക്കെ മാറും. പക്ഷേ താമ്രം എത്ര ചൂട് തട്ടിയാലും, അതെല്ലാം എത്ര കഷ്ടമേറ്റാലും അതെല്ലാം സഹിഷ്ണുതയോടെ കഷ്ടം സഹിച്ച നമ്മുടെ കർത്താവിനെ കാണിക്കുന്നു. എത്ര ചൂടായാലും താമ്രം വികസിക്കുകയില്ല, ചുരുങ്ങുകയില്ല, ഉരുകുകയില്ല, അങ്ങനെ തന്നെ ഇരിക്കും. നമ്മുടെ കർത്താവ് എല്ലാം സഹിച്ചു. ഇനിയുമുണ്ട് ചില കാര്യങ്ങൾ കൂടെ. യാഗപീഠത്തിൻ്റെ പ്രത്യേകതകൾ. യാഗപീഠത്തിൻ്റെ 5 പ്രത്യേകതകളാണ് നാം ഇന്ന് ചിന്തിച്ചത്. 1, സമാഗമന കൂടാരത്തിലെ ആദ്യത്തെ ഉപകരണമാണ് യാഗപീഠം. രക്ഷ ആദ്യം നാം അവകാശമാക്കണം. 2, സമാഗമന കൂടാരത്തിലെ ഏറ്റവും വലിപ്പമുള്ള ഉപകരണമാണ് യാഗപീഠം. ഇതിനേക്കാൾ, ക്രിസ്തുവിനേക്കാൾ, കർത്താവിൻ്റെ ക്രൂശിനേക്കാൾ, രക്ഷയേക്കാൾ വലുതായി വേറെ ഒന്നുമില്ല. 3, ഖദിരമരം കൊണ്ട് അത് ഉണ്ടാക്കണം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി താഴ്ന്നിറങ്ങി വന്നു. മനുഷ്യനായി താഴ്ന്നിറങ്ങി വന്നതായ അവസ്ഥ. ദൈവത്തിന് സ്തോത്രം. 4, യാഗപീഠത്തിൽ നിരന്തരം തീ കത്തിക്കൊണ്ടിരിക്കണം. 5, യാഗപീഠം താമ്രം പൊതിയണം. 5 സവിശേഷതകൾ നാം ചിന്തിച്ചു. ഞാനിന്ന് ഈ വാക്കുകൾ നിർത്തട്ടെ. നമുക്ക് യാഗപീഠത്തിൻ്റെ ചുവട്ടിലേക്കൊന്ന് കടന്നു ചെല്ലാം. കർത്താവിൻ്റെ അരികിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. നമുക്ക് ആ കുരിശിൻ്റെ ചുവട്ടിൽ നമുക്കൊന്ന് വീഴാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, നീ ഞങ്ങളോട് മനസ്സലിയണമേ. നിന്റെ സ്നേഹം ഞങ്ങളുടെ മേൽ പകരണമേ. നിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. നാം ഇന്ന് ആലയത്തിൻ്റെ പ്രാകാരവാതിൽ കടന്ന് അടുത്ത് വന്നിരിക്കുകയാണ്. ആലയത്തിൻ്റെ പ്രാകാരവാതിൽ കടന്ന് നാം അടുത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് ആ കുരിശിൻ്റെ ചുവട്ടിൽ വീഴാം. നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. കർത്താവേ,
ഞങ്ങളൊരു യാഗവസ്തുവായി യാഗപീഠത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ആരെല്ലാം തീരുമാനിക്കുന്നുണ്ട്, ആരെല്ലാം സമർപ്പിക്കുന്നുണ്ട്? അപ്പോസ്തലൻ പറയും, സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. തലകളെ വണക്കാം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഷൈജ ഒരു വാക്ക് പ്രാർത്ഥിക്കും. സ്തോത്രം. സ്നേഹനിധിയായ ഞങ്ങളുടെ ദൈവമേ, കരുണയുള്ള ഞങ്ങളുടെ ജീവനുള്ള കർത്താവേ, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. കർത്താവെ, ഞങ്ങൾക്ക് ഓടി വരുവാൻ, കർത്താവെ, ഞങ്ങൾക്ക് സ്വന്തമാക്കുവാൻ ഈ ഭൂമിയിൽ ഒന്നുമില്ലെങ്കിലും അവിടുത്തെ ക്രൂശ്, കർത്താവെ, അവിടുത്തെ ക്രൂശിൽ കൂടെയുള്ള രക്ഷ ഞങ്ങൾക്ക് സ്വന്തമായി അവിടുന്ന് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ, നിസ്സാരരായ ബലഹീനരായ ഏതുമില്ലാത്ത ഞങ്ങൾക്ക് അവിടുന്ന് ഭാഗ്യം തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളൊന്നറിയുന്നു, ഏത് മനുഷ്യനും എത്തിപ്പിടിക്കാവുന്ന ഒരവസ്ഥയിൽ അവിടുന്ന് ആയിരുന്നത് കൊണ്ട് കർത്താവെ, രക്തസ്രവക്കാരിയും കർത്താവെ, ഏത് കുരുടനും മുടുന്തനും എല്ലാം അടുത്തു വന്നവൻ്റെ അരികിലേക്ക് ഇഴഞ്ഞിഴഞ്ഞു വരുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കർത്താവെ, മാന്യരോ കർത്താവെ മഹാന്മാരോ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും അവിടുത്തെ അടുത്തോട് വരാൻ കഴിയുകയില്ലായിരുന്നു. കർത്താവെ, എന്നാൽ അവിടുന്ന് ദാസരൂപമെടുത്ത് മനുഷ്യനായി കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗോന്നതി വിട്ട് താണു വന്നതുകൊണ്ട് കർത്താവെ, ഞങ്ങളെ അവിടെ താണു കിടന്നു അത്രത്തോളം അവിടുന്ന് താണു വന്നതുകൊണ്ട് ഞങ്ങൾക്കും ഈ രക്ഷയുടെ പേടകത്തിനുള്ളിലാകുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് ഭാഗ്യം തന്നുവല്ലോ. കർത്താവെ, അവിടുത്തെ കൃപയുടെ കരങ്ങളിലേക്ക് ബലഹീനരായ ഞങ്ങളെ ചേർത്ത് ഞങ്ങൾ വയ്ക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശിഷ്ടനാളുകൾ കർത്താവിൻ്റെ ക്രൂശിനെ ഉയർത്തിക്കൊണ്ട് കർത്താവിൻ്റെ അത്ഭുത നാമത്തെ വാഴ്ത്തി പാടിക്കൊണ്ട് കർത്താവെ, അവിടുത്തെ ജയമുള്ള കർത്താവെ, അവിടുത്തെ ജയത്തിൻ്റെ അടയാളമായ സ്ലീബായുടെ അടയാളത്താൽ മുദ്ര കുത്തപ്പെട്ടവരായി ഞങ്ങൾക്ക് കർത്താവിൻ്റെ ഉന്നത നാമത്തെ പാടുവാൻ, കർത്താവിൻ്റെ അത്ഭുത നാമത്തെ വാഴ്ത്തുവാൻ, ഉയർന്നവനും ഉന്നതനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവനുമായി അങ്ങയെ വാഴ്ത്തി പാടിക്കൊണ്ട് ഞങ്ങളുടെ ആയുസ്സ് തികയ്ക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. കർത്താവെ, നിന്റെ കർത്താവെ മാറിച്ചാരിക്കൊണ്ട് ഞങ്ങളുടെ മരുഭൂവാസം തീർക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവെ, നിന്നെ ഉയർത്തിക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഇന്ന് ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്ത ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കേട്ട വചനത്തിലൂടെ അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് തുടർന്ന് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. ഞങ്ങളെ തന്നെ താഴ്ത്തി നിന്റെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ നാവുകളെ ഇനിയും അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കടമെടുത്ത് ഉപയോഗിക്കുവാൻ തക്കവണ്ണം കർത്താവെ, ഞങ്ങളെ ഒരിക്കൽ കൂടെ കുടുംബമായിട്ട് അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഭൂമിയിൽ ആർക്കും ഞങ്ങളെ വേണ്ടെങ്കിലും കർത്താവെ, അവിടുന്ന് ഒരിക്കലും ഞങ്ങളെ വേണ്ടെന്ന് വെക്കരുതേ. കർത്താവെ, നിന്റെ നാമം ഉയർത്തേണ്ടടുത്ത് എല്ലാം ഉയർത്തുവാൻ ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും ഏൽപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തെ തിരുരക്തത്തിൽ ഞങ്ങളെ മറയ്ക്കണമേ. അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, ഞങ്ങളെ നിസ്സാരരായ ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ ഞെരുക്കങ്ങളും ഞങ്ങളുടെ യാചനകളും ഞങ്ങൾ തകർന്ന് വിളിക്കുന്നതെല്ലാം അവിടുന്ന് കേൾക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന ഞങ്ങളുടെ പ്രാണപ്രിയനായ യേശുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.